ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് GEF404 എഞ്ചിൻ, അമേരിക്കയുടെ GE കമ്പനി ഇന്ത്യക്ക് തരാനുള്ള എഞ്ചിൻ ഉണ്ടല്ലോ, ആ എഞ്ചിൻ 7ാമത്തെ എഞ്ചിൻ ഇന്ത്യയിലേക്ക് അയച്ചു വെച്ചിരിക്കുകയാണ്. 7ാമത്തെ എഞ്ചിൻ. ഇത് വലിയ മഹത്തരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇന്ത്യ കളം മാറ്റി ചവിട്ടുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് GE കമ്പനി കുറച്ച് പ്രൊആക്റ്റീവായിട്ട് സപ്ലൈ ഒന്ന് വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തോന്നിയാൽ അവർക്ക് നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കമ്പനികളുമായിട്ട് പിച്ച് ചെയ്ത് മുന്നോട്ട് പോകും. അതാണ് ഇന്ത്യയുടെ തീരുമാനം. അതിന് പ്രധാനമായിട്ട് നമ്മൾ 6th ജെൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. ജർമ്മനി പുറത്തുപോയ സ്ഥിതിക്ക് ആ ഒരു ഗ്യാപ്പിൽ ഫണ്ട് നൽകിക്കൊണ്ട് ഇന്ത്യ അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ആയുധ കച്ചവടത്തിലെ നമ്പർ 1 എപ്പോഴും അമേരിക്ക ആണല്ലോ. അവരിതെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അവരങ്ങനെ ഒന്നും തന്നെ വിട്ടുപോകില്ല. എല്ലാ തരത്തിലുള്ള ആയുധ കച്ചവടവും അവർ തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കും. അങ്ങനെ നിരീക്ഷിച്ചതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു ഇന്ത്യക്ക് 7ാമത്തെ എഞ്ചിൻ പെട്ടെന്ന് തന്നെ കൊടുത്തയച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആർമി ചീഫ് അസീം മുനീർ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ അടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ, ഈ വാണിംഗ് ആയിട്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ ഈ ഒരു വാട്ടർ ട്രീറ്റി പ്ലാൻ ഉണ്ടല്ലോ, ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കിയത്, അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു ഗുഡ് ഡിസിഷൻ ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതൊരു ഗുഡ് ഡിസിഷൻ ആയതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ഇങ്ങനെ കിടന്ന് ഭീഷണികൾ മുഴക്കുന്നത്. സോ ഇറ്റ് മീൻസ് ഇറ്റ്സ് റിയലി ഹേർട്സ് പാകിസ്ഥാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് എഫക്റ്റീവായിട്ടുള്ള തീരുമാനമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പക്കായിട്ടുള്ളൊരു ഡിസിഷനായിട്ട് ഇതിനെ വിലയിരുത്താം. എംബ്രായർ എന്ന് പറഞ്ഞ ബ്രസീലിയൻ കമ്പനിക്ക് ഇന്ത്യക്കുള്ളിൽ വിമാനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ അപ്രൂവൽ ഇന്ത്യയുടെ GDCA കൊടുത്തിരിക്കുകയാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അതാണ് DGCA എന്ന് വിളിക്കുന്നത്. സിവിൽ ഏവിയേഷൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കാനഡയിൽ നിന്നും ഇന്ത്യക്കെതിരെ ഉണ്ടായ ഒരു അലിഗേഷൻ, ക്രെഡിബിൾ അലിഗേഷൻ, അതാണ് നമ്മൾ ഇതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ക്രെഡിബിൾ അലിഗേഷൻ. ആ ക്രെഡിബിൾ അലിഗേഷൻ എന്തായിരുന്നു പറഞ്ഞാൽ, ഹർദീപ് സിംഗ് നിജാർ എന്ന് പറഞ്ഞ ഒരു ഖാലിസ്ഥാനി കൊല്ലപ്പെട്ട കേസിൽ ഇന്ത്യൻ എൻവോയ്, അതായത് ഇന്ത്യയുടെ കൗൺസിലേറ്റിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന എൻവോയ്ക്കെതിരെ ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു അന്നത്തെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ. അപ്പോൾ ഈ ട്രൂഡോ ആരോപിച്ച ഈ ഒരു ആരോപണം അന്വേഷണം തുടർച്ചയായിട്ട് നടത്തി. ഇപ്പം 3-3.5 വർഷമായിട്ട് അന്വേഷണം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അവസാനം ഇപ്പോൾ കനേഡിയൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നോ എവിഡൻസ് ഫൗണ്ട്, തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്ത്യൻ എൻവോയെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ കേസ് റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ സൂചനയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ ഖാലിസ്ഥാനി എന്ന് പറഞ്ഞവൻ ഒരു തീവ്രവാദിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭീകരനാണ്. ഈ ഒരു ഖാലിസ്ഥാനി കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ രാജ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു അലിഗേഷനൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ഇമ്മച്യൂരിറ്റി, അതാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നാണം കെട്ട അവസ്ഥയിലാണ് ശരിക്കും കാനഡയിൽ തന്നെ പ്രൈം മിനിസ്റ്റർ സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നത്. രാജിവെച്ച് പോയെങ്കിലും ഇപ്പോഴത്തെ ആ സെയിം പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. പക്ഷേ ഇച്ചിരി തലയ്ക്ക് വെളിവുള്ള വേറൊരു കക്ഷിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അയാളുടെ പേരാണ് മാർക്ക് കർണി. ഈ മാർക്ക് കർണി വരുന്നതിന് മുമ്പ് തന്നെ അയാളുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഇന്ത്യയുമായിട്ടുള്ള നിലപാട് മെച്ചപ്പെടുത്തുന്നുണ്ട്. അത് ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ സീസ് ഫയർ ഓവർ. അത് ശരിക്കും അങ്കാറയിൽ വെച്ചിട്ട് നാറ്റോ സമ്മിറ്റിൽ നാറ്റോയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനിടയിലാണ് ട്രംപ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെച്ചത്. ഇറാനുമായിട്ട് ഇനി സീസ് ഫയർ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്രമണം ഏത് നേരത്ത് വേണമെങ്കിലും നടത്താം എന്നാണ് അതിൻ്റെ സൂചന. ഇന്ത്യയിൽ നിന്നും ഇന്തോനേഷ്യ അസ്ത്ര MK1 എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ വാങ്ങിക്കുകയാണ്. അതുമാത്രമല്ല ബ്രഹ്മോസ് മിസൈലും വാങ്ങിക്കുന്നുണ്ട്. ഈ 2 ഡീലിലും ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ്. വിയറ്റ്നാം സൈൻ ചെയ്തതിനെ തുടർന്ന് അടുത്ത് ഇപ്പോൾ ഇന്തോനേഷ്യ സൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും ചൈനയെ ചൊടിപ്പിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. ചൈനയുടെ ഉള്ളിൽ നിന്ന് ഇനിയിപ്പം ചൈനയുടെ പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള ഗ്ലോബൽ ടൈംസ് ആയിക്കോട്ടെ, അതേപോലെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ്, ഇവരെല്ലാം തന്നെ ഇനിയിപ്പോൾ നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലേഖനങ്ങൾ എഴുതി തുടങ്ങും.
അതിലൂടെ ചൈനയുടെ മാനസികാവസ്ഥ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചൈനയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയം തന്നെയാണിത്. കാരണം ഇന്ത്യ, ജപ്പാൻ അവർ ഫിലിപ്പൈൻസിനെ ഒപ്പം കൂട്ടുന്നു. ഫിലിപ്പൈൻസിനും ഇന്ത്യ ബ്രഹ്മോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ ഇവിടെ ലൈനപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിയറ്റ്നാമിന് ബ്രഹ്മോസ് കൊടുത്തിട്ടുണ്ട്. അതിലുപരി ഇപ്പോൾ ഇതാ ഇന്തോനേഷ്യയുമായിട്ട് ബ്രഹ്മോസ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്ക് സാധിക്കാത്ത വിശ്വസ്തത, ആ ഒരു ട്രസ്റ്റ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും ചൈനയെ ചൊടിപ്പിക്കും. ചൈന തീർച്ചയായിട്ടും ബോർഡർ ഏരിയയിൽ വന്ന് കൊടി പൊക്കിക്കൊണ്ട് നിൽക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ്, ലേ, ലഡാക്ക് ഭാഗത്തൊക്കെ വന്നിട്ട് ഇനിയിപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ ഇന്ത്യ ഇന്തോനേഷ്യയെ ഒരു പ്രധാന പാർട്ട്ണറായിട്ട്, പങ്കാളിയായിട്ട് ചേർക്കുകയാണ്. എവിടെയെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിൽ. ഗ്രേറ്റ് നിക്കോബാറിൽ നമ്മൾ അവിടെ വലിയൊരു പോർട്ടും അതേപോലെ മിലിറ്ററി ബേസ് പ്രോജക്റ്റൊക്കെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇന്തോനേഷ്യയും ഒരു പാർട്ടായിട്ട്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഓഫ് മലാക്കായിലൂടെ കടന്നു വരുന്ന കപ്പലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് വന്ന് ഗ്രേറ്റ് നിക്കോബാറിൻ്റെ ഫ്രണ്ടിലൂടെ വേണം കടന്നു പോകാൻ. ശരിക്കും അവിടെ ഒരു വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് ആ സ്ഥലത്തിനെ മാറ്റുമ്പോൾ അത് ശരിക്കും ഒരു ഇടത്താവളമായിട്ട് മാറുകയാണ്. ആ ഇടത്താവളത്തിൽ ഇന്തോനേഷ്യയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ആ ഒരു മുന്നോട്ട് പോക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഡെവലപ്മെൻറ്റ്, അതാണ് ഗ്രേറ്റ് നിക്കോബാറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്തോനേഷ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, ആൻഡമാൻ നിക്കോബാറിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഇന്തോനേഷ്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇന്ത്യക്ക് അത് ഒറ്റയ്ക്ക് നയിക്കാൻ പറ്റൂല എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് തൊട്ടടുത്ത് കിടക്കുന്ന അയൽരാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതാണ്. പാകിസ്ഥാൻ്റെ ആർമി ഹിസ്റ്റോറിക്കൽ ഹേറ്റ്രേറ്റ് നേരിടുകയാണ് കശ്മീരികളുടെ ഭാഗത്തുനിന്നും. ചരിത്രത്തിൽ ഇതുവരെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ശത്രുത നേരിടേണ്ടി വന്നിട്ടില്ല, പ്രത്യേകിച്ച് POK ഭാഗത്തുനിന്നും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ തന്നെ പബ്ലിഷ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹേറ്റ്രഡിനുള്ള കാരണങ്ങൾ, കൃത്യമായിട്ട് ഇവർ കാണിക്കുന്ന വിവേചനം, പാകിസ്ഥാൻ മെയിൻലാൻഡ് POKയുടെ കാര്യത്തിൽ കാണിക്കുന്ന അവഗണന, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹിസ്റ്റോറിക്കൽ ഹേറ്റ്രഡാണ് കശ്മീരികളുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാനികൾ നേരിടുന്നത്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്, നിലവിലെ ഗവൺമെൻറ് നേരിടുന്നത്, ഷഹബാസ് ഷെരീഫും അതേപോലെ തന്നെ അസീം മുനീറും നേരിടുന്നത്. പാകിസ്ഥാൻ്റെ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള ഇൻ്റലിജൻസ് ഓഫീസർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണം നടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് TTP, തെഹ്രീക്ക് താലിബാനികളാണ് ഇയാളെ എലിമിനേറ്റ് ചെയ്തതെന്നുള്ള കൺഫർമേഷനാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നത്. ഇവരുടെ ഉള്ളിലുള്ള തീവ്രവാദ സംഘടനകളെ ഇവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇവർ തീറ്റി പോറ്റി വളർത്തിവിട്ട തീവ്രവാദികളാണ് ഇവരെ തന്നെ ഇപ്പം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇവർക്ക് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു തീവ്രവാദ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അതിനെ ഇന്ത്യയുടെ തലയിലേക്ക് വെച്ച് കെട്ടാമെന്നുള്ള രീതിയിലാണ് അവർ നോക്കി നിൽക്കുന്നത്. പക്ഷേ ഇതുവരെ അവർക്ക് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ലീഡും തീവ്രവാദ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ FATF കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കാത്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് ധാരാളം തെളിവുകൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ FATF വൃത്തിക്ക് കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ പോലും നമ്മൾ ഹാഫിസ് സയ്യിദിനെതിരെ പഹൽഗാം ആക്രമണത്തിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്, ഗൂഢാലോചന കേസ്, കോൺസ്പിറസി. അത് നമ്മൾ FATF അവതരിപ്പിക്കും. പക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇന്ത്യ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യാറില്ല. അപ്പം അമേരിക്കയും ഇറാനും തമ്മിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ മാറി മാറി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു ഷിപ്പിനെ ഇന്ത്യൻ നേവി വളരെ സെക്യൂറായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടത്തിവിട്ടിട്ടുണ്ട്. ഒമേഗ ട്രേഡർ എന്ന് പറഞ്ഞ ഓയിൽ ടാങ്കർ ഷിപ്പാണ്. ആ ഷിപ്പിനെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് പാസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതിനകത്തുണ്ടായിരുന്നത് 15 ഇന്ത്യക്കാരും 8 ഫിലിപ്പൈനികളുമാണ് ഈ കപ്പലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ടോട്ടൽ 23 ക്രൂ മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. സേഫായിട്ട് തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്ന് കപ്പൽ വന്നിട്ടുണ്ട്. ലഷ്കർ എ തൊയ്ബയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീവ്രവാദി സൊഫിയാനിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയാണ് ഈ ഭീകരനെ കണ്ടെത്തി വധിച്ചിരിക്കുന്നത്. അമേരിക്ക ഇറാൻ്റെ 80 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. 80 ലൊക്കേഷൻസ്, 80 ടാർഗറ്റുകളാണ് അറ്റാക്ക് നടത്തിയത്. വീണ്ടും വീണ്ടും ആക്രമണം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഇറാൻ ഇനി എണ്ണ വിൽക്കാൻ പറ്റില്ല, ഇറാന് സാങ്ഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്തോനേഷ്യ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ പ്രസിഡന്റ് ആന്റണി ആൽബനീസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സന്ദർശനം ബൂസ്റ്റിംഗ് ബൈലേറ്ററൽ ടൈസ്, അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇമിഗ്രേഷൻ ഇഷ്യൂസ്, അതേപോലെ ഓസ്ട്രേലിയയുമായിട്ട് നമ്മൾ യുറേനിയം നോൺ സ്റ്റോപ്പ് സപ്ലൈ, അതിന് വേണ്ടിയിട്ട്, അത് ക്രിട്ടിക്കൽ മിനറൽ ഏരിയയിലുള്ള ചർച്ച, ഇതൊക്കെയാണ് ഓസ്ട്രേലിയയുമായിട്ട് ചർച്ച നടത്താൻ പോകുന്നത്.
അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.